ഓരോ കോമഡി കേൾക്കുമ്പോൾ നമുക്കറിയാതെ ചിരി വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ഇനി എൻ്റെ വീട് വേണ്ട, ഞാൻ ഈ അമേരിക്കയുടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ വളരെ നല്ല ആളുകൾ ഭരിക്കുന്ന ഏരിയകളിൽ പോയിട്ട് ഞാൻ താമസിച്ചുകൊള്ളും. ആ ന്യൂയോർക്ക് സിറ്റിയുടെ അധിപനായിട്ട് മംദാൻ എന്ന് പറയുന്ന ആ ആൾ വന്നതിന് ശേഷം ഇയാൾ ട്വീറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു ഘടകം, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്നത്. അഥവാ ഇവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ മേയറായിട്ടുള്ള മംദാനി എന്ന് പറയുന്ന ആൾ മുസ്ലിമാണ്, രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെമ്പറാണ്, അവരുടെ നേതാവാണ് എന്ന് പറഞ്ഞ് സകല ഒരുപാട് കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അതും ഏതാണ് ആ രാജ്യം, ഏതാണ് ഏരിയ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഇക്കാര്യം പറയുന്നത്. അമേരിക്കയിൽ ഏറ്റവും അതിസമ്പന്നന്മാർ താമസിക്കുന്ന വാർഷിക ബജറ്റ് നീക്കിയിരിപ്പ് അവരുടെ $100 ബില്യൺ. ആ കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു നഗരത്തിൻ്റെ ഒരു മേയറായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുസ്ലിം മതത്തിൽപ്പെട്ട ആൾ വന്നപ്പം അസഹിഷ്ണുതയുടെ എല്ലാ ഭാഗങ്ങളും ഇവിടെ ചോർന്നൊലിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇനി ഈ ന്യൂയോർക്ക് സിറ്റിയിൽ വേണ്ട, ഞാൻ പുതിയ ഒരു മേച്ചൽപ്പുറം തേടി ഞാൻ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നോളും എന്ന് പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയണം. ആ രീതിക്ക് ഈ ട്രംപിന് ആകെ അവതാളത്തിലായ മൈൻഡ് സെറ്റാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ട്വീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടും വിജയം സുരക്ഷിതമാണെങ്കിൽ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ തിരിച്ചറിവ് ട്രംപിനും ട്രംപിൻ്റെ കൂട്ടാളികൾക്കും കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിനും കിട്ടി. ഇതൊക്കെ തന്നെയാണ് ലോകക്രമം മാറാൻ പോകുന്നു എന്ന് പറയുന്നത്. ട്രംപിൻ്റെ ആ ഒരു ജനപിന്തുണ വളരെയേറെ ഇടിഞ്ഞു തകർന്നു പോവുകയും ഈ ജനത്തിന് ഇനി ഏത് ലെവലിലേക്കും നമുക്കെതിരെ തിരിയാൻ പറ്റുന്ന രീതിക്കാണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഈ ട്രംപിൻ്റെ പക്ഷപാതികളൊക്കെ പറഞ്ഞു വെക്കുമ്പം നമുക്കൊന്ന് പറയാം, ലോകത്ത് ഒരാളും നിയന്ത്രിക്കാൻ ഒരാൾക്കും അജയ്യായിട്ടുള്ള ശക്തി ഇവിടെ ഒരു മനുഷ്യനിക്കില്ല. എല്ലാം പടച്ച റബ്ബിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇതൊക്കെ ഒരു പാഠമാണ്. എത്ര മെനക്കെട്ടിട്ടും ഒരു ട്രംപ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല എന്ന് നമുക്കറിയാം. ആ രാജ്യത്തിൻ്റെ മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ആളെപ്പോലും ആ ആളുടെ ആഗ്രഹത്തിനകത്ത് വളച്ചൊടിച്ച് കൊണ്ടുവരാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്താനോ സാധിക്കാതെ പോയെങ്കിൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതായിരുന്നാലും പുരയും നാടൊക്കെ വിട്ടിട്ട് സുഖനിദ്രയിലാകട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.